ബത്ലഹേം മുതൽ കാൽവരി വരെ ക്രിസ്ത്യാനികളുടെ മാതൃകയായ മറിയം. പുതുവത്സരം മനുഷ്യജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതിയ വാതിലുകൾ തുറക്കുന്ന ഒരു അനുഗ്രഹ നിമിഷമാണ്. കഴിഞ്ഞ കാലത്തിൻ്റെ പാപങ്ങളും അനുഭവങ്ങളും ചേർത്തുവെച്ച് ശുഭാപ്തി വിശ്വാസത്തോടെയും പുതിയ സ്വപ്നങ്ങളോടെയുമാണ് ഓരോ പുതുവത്സരത്തെയും നമ്മൾ സ്വീകരിക്കുന്നത്. മാറ്റങ്ങളുടെ ഈ സമയത്ത് ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന, വിശ്വാസത്തിൽ ഉറപ്പുവരുത്തുന്ന പ്രകാശങ്ങളെ അന്വേഷിക്കേണ്ടതുണ്ട്. ഭൗതികമായ കാഴ്ചകൾക്കപ്പുറം വിശ്വാസ ജീവിതത്തിലും പുതുവത്സരം ഒരു ആത്മീയ നവീകരണത്തിൻ്റെയും ലക്ഷ്യബോധമുള്ള മുന്നേറ്റത്തിൻ്റെയും സമയമാണ്. ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ഈ പുതുവത്സരത്തിൽ ദൃഷ്ടി പതിപ്പിക്കേണ്ടത് സഭയുടെ പ്രകാശഗോപുരമായ പരിശുദ്ധ കന്യകാമറിയത്തിലേക്കാണ്. പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനത്തിൽ ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാൾ സഭ ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിത പാതകൾ മറിയത്തിൻ്റെ വിശ്വാസ വെളിച്ചത്താൽ പുതുക്കപ്പെടുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ്. മറിയത്തിൻ്റെ ജീവിതം വെളിച്ചം നൽകുന്നത് വെറും ദൈവഭക്തിയുടെയോ അനുസരണത്തിൻ്റെയോ ഒരു പ്രതീകം മാത്രമല്ല, നിത്യജീവിതത്തിൽ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു ദർപ്പണവും ക്രിസ്തുവിനോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ സമ്പൂർണമായ ഒരു പാഠശാലയുമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ റിഡംതോറിസ് മാതർ എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ മറിയത്തെ ക്രിസ്തുവിൻ്റെ ആദ്യത്തെയും ഏറ്റവും സമ്പൂർണവുമായ ശിഷ്യ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ ജീവിതം നമ്മെ ജീവിതപാതയിൽ ഭയമില്ലാതെ വിശ്വാസത്തോടും സ്നേഹത്തോടും ദൈവഹിതമനുസരിച്ച് മുന്നോട്ടു പോകുവാൻ പ്രചോദിപ്പിക്കുന്നതാണ്. ബത്ലഹേമിലെ ദാരിദ്ര്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പുൽക്കൂട്ടിൽ നിന്നും കാൽവരി മലയിലെ കുരിശിൻ ചൂട് വരെയുള്ള അവളുടെ ജീവിതം വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുകരണീയമായ മാതൃകയായി നിലകൊള്ളുന്നു. മറിയത്തിൻ്റെ യെസ് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കുള്ള വിനയപൂർണമായ മുന്നേറ്റം. മറിയത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ നിർണായക നിമിഷം സകല ലോകത്തിൻ്റെയും രക്ഷയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച അവളുടെ അതെ അല്ലെങ്കിൽ യെസ് തന്നെയായിരുന്നു. ഗബ്രിയേൽ ദൂതൻ അവളെ സന്ദർശിച്ച് പരിശുദ്ധാത്മാവിനാൽ അവൾ യേശുവിനെ ഗർഭം ധരിക്കുമെന്ന് അറിയിക്കുമ്പോൾ മറിയം സകല വിനയത്തോടും ദൈവഹിതത്തോടുമുള്ള സമർപ്പണത്തോടും കൂടെ പ്രതികരിച്ചത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈ നിമിഷം കേവലം ഒരു മറുപടി മാത്രമായിരുന്നില്ല, അത് ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പ്രഖ്യാപനമായിരുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസം വഴി മനുഷ്യൻ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. മറിയം ഈ സമർപ്പണത്തിലൂടെ തൻ്റെ വ്യക്തിപരമായ സ്വപ്നങ്ങളെയും സങ്കീർണമായ സാമൂഹിക സാഹചര്യങ്ങളെയും ദൈവഹിതത്തിന് കീഴ്പ്പെടുത്തി. ഈ വിനയം ആധുനിക കേരളത്തിലെ യുവജനതയ്ക്ക് ഒരു വലിയ പാഠമാണ്. വ്യക്തിപരമായ നേട്ടങ്ങൾക്കും ലോകപരമായ സുഖങ്ങൾക്കും പിന്നാലെ പരക്കം പായുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്ക് വേണ്ടി അതെ എന്ന് പറയുവാനും അതിൻ്റെ ഫലമായി ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുമുള്ള ആർജവം മറിയം കാണിച്ചു. ഈ അനുസരണത്തിൻ്റെ പ്രാധാന്യം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ലൂമൻ ജെൻസിയം എന്ന ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ വിശ്വാസത്താലും അനുസരണത്താലും മറിയം മനുഷ്യരുടെ രക്ഷയിൽ സഹകരിച്ചു. അവൾ അനുസരണം മൂലം തനിക്കും മുഴുവൻ മനുഷ്യജാലത്തിനും രക്ഷയുടെ കാരണമായി. മറിയത്തിൻ്റെ ആദ്യത്തെ യെസ് തുടങ്ങുന്നത് ബത്ലഹേമിലെ ദാരിദ്ര്യത്തിലും ലാളിത്യത്തിലുമായിരുന്നു. ലോകരക്ഷകനെ സ്വീകരിച്ചത് ഒരു കൊട്ടാരത്തിലോ സുഖ സൗകര്യങ്ങളിലോ ആയിരുന്നില്ല, മറിച്ച് ഒരു പുൽത്തൊട്ടിയിലാണ്. എന്തെന്നാൽ ദൈവം മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത് ലോകം അംഗീകരിക്കുന്ന ശക്തിയിലൂടെയല്ല, മറിച്ച് വിനയത്തിലൂടെയും ലാളിത്യത്തിലൂടെയുമാണ്. ദൈവത്തിൻ്റെ പദ്ധതി ലളിതമായ ജീവിത രീതി ആവശ്യപ്പെടുമ്പോൾ അതിനെ ധൈര്യത്തോടെ സ്വീകരിക്കാനുള്ള മറിയത്തിൻ്റെ മാതൃക ഭൗതികതയും ഉപഭോഗ സംസ്കാരവും പിടിമുറുക്കിയ കേരളീയ സമൂഹത്തിൽ യുവതലമുറയ്ക്ക് ഒരു ശക്തമായ തിരുത്തൽ നൽകുന്നുണ്ട്. മറിയം സഹനത്തിൻ്റെ മാതൃകയും
സാമൂഹിക പ്രതിബദ്ധതയുടെ വെളിച്ചവും. മറിയത്തിന്റെ ജീവിതം അനുസരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അത് സജീവമായ സാമൂഹിക പ്രതിബദ്ധതയുടെയും സഹനത്തോടുള്ള ധീരമായ പ്രതികരണത്തിന്റെയും പൂർണ്ണരൂപമാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ മറിയം കാണിക്കുന്ന ഇടപെടൽ അവളുടെ കാരുണ്യപൂർവമായ ഹൃദയത്തെയും മനുഷ്യരുടെ ആവശ്യങ്ങൾ കേൾക്കുന്ന അവളുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയെയും വെളിപ്പെടുത്തുന്നു. വീഞ്ഞു തീർന്നു പോയപ്പോൾ അവൾ ശുശ്രൂഷകരോട് പറഞ്ഞ വാക്കുകൾ എല്ലാ ക്രിസ്ത്യാനികൾക്കുമുള്ള സന്ദേശമായി നിലകൊള്ളുന്നു. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇന്ന് കേരളീയ സമൂഹ രംഗത്ത് വ്യക്തിഗതമായ ആവശ്യങ്ങൾക്കപ്പുറം സഹായം ആവശ്യമുള്ള അനേകം സാഹചര്യങ്ങളുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ, വർദ്ധിച്ചു വരുന്ന മദ്യപാനം, പരിസ്ഥിതി പ്രശ്നങ്ങൾ, വയോജനങ്ങളുടെ ഒറ്റപ്പെടൽ എന്നിവയാണ്. അവൻ പറയുന്നതെല്ലാം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽക്കാരൻ്റെ ആവശ്യങ്ങൾ കണ്ട് ക്രിസ്തുവിനെ സ്നേഹത്താൽ പ്രേരിതമായി പ്രവർത്തിക്കുക എന്നതാണ്. മറിയത്തിൻ്റെ മാതൃക യുവജനങ്ങളെ പഠിപ്പിക്കുന്നത് ലളിതവും ഭക്തി നിർഭരവുമായ ജീവിതം നയിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും സഹായഹസ്തം നീട്ടുകയും ചെയ്യേണ്ടത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണെന്നാണ്. ഇതിൻ്റെ പൂർണ്ണമായ ആവിഷ്കാരം കാൽവരിയിൽ ദൃശ്യമാണ്. കാരണം യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ സന്തോഷങ്ങളിലും വിജയങ്ങളിലും മാത്രമല്ല, കുരിശിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളിൽ പോലും മറിയം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ ഫുൾട്ടൻ ജെ ഷീൻ തൻ്റെ ദ വേൾഡ്സ് ഫസ്റ്റ് ലവ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, കാൽവരി എന്നത് മറിയത്തിൻ്റെ രണ്ടാമത്തെ അതേ ആയിരുന്നു. തൻ്റെ പുത്രനെ ദൈവഹിതത്തിനായി വിട്ടുകൊടുക്കുവാനുള്ള സമ്മതത്തിൻ്റെ പൂർത്തീകരണം. ആധുനിക യുവത്വം പലപ്പോഴും വെല്ലുവിളികളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നവരാണ്. നിരാശ, ആകാംക്ഷ, എളുപ്പത്തിൽ കാര്യങ്ങൾ നേടാനുള്ള പ്രവണത അവരുടെ ജീവിതത്തെ ഭരിക്കുന്നു. എന്നാൽ മറിയത്തിൻ്റെ മാതൃക നമുക്ക് നൽകുന്ന വലിയ സന്ദേശം എന്നത് വിശ്വാസ ജീവിതം എളുപ്പമുള്ളതല്ല, അത് സഹനത്തിലൂടെ കടന്നു പോകേണ്ടതുകൂടിയാണ് എന്നതാണ്. ജീവിതത്തിലെ വ്യക്തിപരമായതോ സാമൂഹികപരമായതോ ആയ കാൽവരി അനുഭവങ്ങളിൽ ഭയപ്പെടാതെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതവും മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരും. മറിയം യുവജനങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശ. ഇന്നത്തെ കേരളത്തിലെ യുവജനങ്ങൾ സാങ്കേതിക വിദ്യയുടെയും ആഗോളവൽക്കരണത്തിൻ്റെയും അനന്തമായ സാധ്യതകൾക്കിടയിലും ചില ശൂന്യതകൾ അനുഭവിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ മായാലോകവും ആധുനികതയുടെ ആകർഷണങ്ങളും അവരുടെ ജീവിതത്തെ സങ്കീർണമാക്കുകയും പലപ്പോഴും ദൈവത്തിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നും സാമൂഹിക ഉത്തരവാദിത്വത്തിൽ നിന്നുമെല്ലാം അകറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മറിയത്തിൻ്റെ ലളിതവും സങ്കീർണവുമായ ജീവിതം അവർക്ക് പുതിയ ദിശാബോധം നൽകുന്നതാണ്. ഫ്രാൻസിസ് പാപ്പ തൻ്റെ യുവജനങ്ങൾക്കായുള്ള അപ്പസ്തോലിക ഉപദേശ ഗ്രന്ഥമായ ക്രിസ്തുസ് വിവിത്തിൽ മറിയത്തെ പിന്തുടരാൻ യുവാക്കളെ ക്ഷണിക്കുന്നുണ്ട്. യുവജനങ്ങൾ മറിയത്തിൻ്റെ ലളിതമായ വിശ്വാസവും ദൈനംദിന ജീവിതത്തിലെ വിശ്വസ്തതയും അനുഗമിക്കണം. ഈ ആഹ്വാനം മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ പോലും ദൈവഹിതമനുസരിച്ച് ചെയ്യാനുള്ള വിളി യുവജനങ്ങൾക്ക് നൽകുന്നു. മറിയം ദൈവമാതാവാണ്, അതിനാൽ അവൾ സഭയുടെ അമ്മയാണ്. ദൈവഹിതമനുസരിച്ച് അനുസരണയോടെ ജീവിച്ച മറിയം ക്രിസ്ത്യാനികൾക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും പരിശുദ്ധിയുടെ മാതൃകയായി നിലകൊള്ളുന്നു. മറിയത്തെ അനുഗമിക്കുക എന്നത് യേശുവിനെ അനുഗമിക്കുന്നതും വിശ്വാസത്തിലൂടെ ജീവിതം നയിക്കുന്നതുമാണ്. പുതുവത്സരത്തിന്റെ ഈ തുടക്കത്തിൽ നാം മറിയത്തെ മാതൃകയായി സ്വീകരിക്കുമ്പോൾ വ്യക്തി ജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് കുടുംബങ്ങളിലും സമൂഹത്തിലും സമാധാനവും സന്തോഷവും ദൈവാനുഗ്രഹവും സൃഷ്ടിക്കും. അപ്രകാരം മറിയത്തിന്റെ ബെത്ലഹേം മുതൽ കാൽവരി വരെയുള്ള യാത്ര നമുക്കെല്ലാവർക്കും ഒരു പാഠമായി തീരട്ടെ. പരിശുദ്ധ മറിയത്തെ മാതൃകയാക്കുക വഴി ഈ പുതുവർഷം ഓരോ ക്രിസ്തീയ ഭവനത്തിലും ഒരു പുതിയ ആത്മീയ നവീകരണത്തിന്റെയും ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തിന്റെയും തുടക്കത്തിന് കാരണമായി തീരും. ആയതിനാൽ മറിയത്തെ മാതൃകയാക്കി അവളുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള ഒരു പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമുക്ക് ഈ പുതുവത്സരത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കാം.